കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയിൽ മഹത്വപ്പെടട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായ സ്നേഹവന്ദനങ്ങൾ ഇന്ന് രാത്രിയിലും അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം ഈ ആത്മീക കൂട്ടായ്മ മുഖാന്തരം സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ നിറയ്ക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അല്പസമയം നമുക്കിരുന്ന ദൈവവചനത്തിൻ്റെ ചില ആന്തരിക മർമ്മങ്ങൾ പഠിക്കുവാൻ തുടർന്നും ദൈവാത്മാവ് നമ്മെ പ്രാപ്തരാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനാപൂർവം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുക. കർത്താവ് നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി തിരുവെഴുത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും നമുക്ക് കഴിഞ്ഞു വരുന്നു. പ്രത്യേകിച്ച് അന്ത്യകാലത്തോടുള്ള ബന്ധത്തിലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ തിരുവെഴുത്തിലൂടെ പഠിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം അനുവദിച്ചിരിക്കുന്നത്. ആകയാൽ ദൈവം നൽകുന്ന സമയം ദൈവവചനം ജാഗ്രതയോടെ പഠിക്കുവാനും വചനത്തിൽ നിൽക്കുവാനും ദൈവം സഹായിക്കട്ടെ. വചനം നാം കേൾക്കുന്നവർ മാത്രമല്ല, പഠിക്കുന്നവർ മാത്രമല്ല. ഒരു മനുഷ്യൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. ചിലത് വഴിയരികിൽ വീഴുന്നു, ചിലത് പാറസ്ഥലത്ത് വീഴുന്നു, ചിലത് മുള്ളുകളുടെ ഇടയിൽ വീഴുന്നു, ചിലത് നല്ല സ്ഥലത്ത് വീഴുന്നു. ഇതിൽ വഴിയരികിൽ വീണതും മുള്ളുകളുടെ ഇടയിൽ വീണതും പാറസ്ഥലത്ത് വീണതെല്ലാം വെറുതെ ആയിപ്പോയി. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. എന്നാൽ നല്ല സ്ഥലത്ത് വീണ വിത്തുകളാകട്ടെ അത് 100 മേനിയായ ഫലം പുറപ്പെടുവിച്ചു എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവവചന പഠനങ്ങൾ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അത് നമുക്ക് അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് തുടർന്നും നമ്മെ സഹായിക്കട്ടെ. സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താട്ടെ. വായിക്കാം. തെസ്സലോനിക്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ തിരുവെഴുത്ത് ഒരാവർത്തി കൂടെ ശബ്ദമുയർത്തി വായിക്കാം. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. മതി. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനോട് അനുബന്ധമായിട്ട് നിരവധിയായ വിഷയങ്ങളാണ് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് കർത്താവിന്റെ ഗംഭീരനാദത്തിങ്കൽ അഥവാ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിങ്കൽ പ്രധാനമായി 3 തരത്തിലുള്ള കാഹളങ്ങളുടെ ശബ്ദം കേൾക്കും എന്നാണ് നമുക്ക് ആ പഠനത്തിലൂടെ ആ വചനത്തിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നത്. അതിൽ കർത്താവിന്റെ ഗംഭീരനാദം എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ച് വരുവാനിടയായത്. കർത്താവിന്റെ ഗംഭീരനാദം അത് ലോകത്തിന് തിരിച്ചറിയുവാൻ കഴിയുമോ? കർത്താവിന്റെ ഗംഭീരനാദത്തിങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനമാണ് സംഭവിക്കുന്നത് എന്നും വിശുദ്ധന്മാരുടെയും ദുഷ്ടന്മാരുടെയും പുനരുത്ഥാനത്തിന്റെ 7 നിലകളെ കുറിച്ചും അക്ഷരിക പുനരുത്ഥാനം സംഭവ്യമാണോ എന്ന വിഷയങ്ങളൊക്കെ കർത്താവിന്റെ ഗംഭീരനാദത്തോടനുബന്ധമായി
നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. കൂടാതെ യാതൊരു ശവസംസ്കാരങ്ങൾ ലഭിക്കാതെ പോയ വിശുദ്ധന്മാർ ജീവിക്കുമോ? ഉയർപ്പിൻ ശരീരത്തിന്റെ സ്വഭാവം എന്താണ്? ഉയർപ്പിൻ ശരീരത്തിന്റെ പ്രത്യേകതകൾ എന്താണ്? പുനരുത്ഥാന ശരീരത്തിന്റെ 7 വിധ മഹത്വങ്ങൾ എന്തൊക്കെയാണ്? മരിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോൾ എവിടെ എന്നുള്ള വിഷയങ്ങളാണ് കർത്താവിന്റെ ഗംഭീര നാദത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാനായി കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതിൽ മരിച്ചവരുടെ ആത്മാക്കൾ എവിടെ എന്ന ഭാഗം വന്നപ്പോ നമ്മൾ അവിടെ നിന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്തു? കുറച്ച് ആഴമായി നമുക്ക് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ വായിച്ച തിരുവഴുത്തിൽ നിന്ന് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്, ഞാൻ ഓർപ്പിച്ചു, കർത്താവിന്റെ മടങ്ങി വരവിൽ പ്രധാനമായി 3 കാഹളങ്ങളാണ് മുഴക്കപ്പെടുന്നത്. അതിൽ രണ്ടാമത്തെ ശബ്ദമാണ് നമ്മളിവിടെ വായിക്കുന്നു, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടുമാണ് കർത്താവ് കടന്നു വരുവാനായി പോകുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ദൂതനെ കുറിച്ച്, ഈ പ്രധാന ദൂതനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? അല്പമായിട്ട് ഡിസ്കസ് ചെയ്യുവാനായി താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാന ദൂതൻ എന്ന പദം ഒരു ചില ഇടങ്ങളിൽ മാത്രം പരാമർശിച്ചിരിക്കുന്ന ഒരു പദമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ സഭയുടെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ പ്രധാന ദൂതന്റെ ശബ്ദം മുഴക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ആ പ്രധാന ദൂതൻ ആരാണെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ആ പ്രധാന ദൂതന്റെ പേര് അവിടെ പരാമർശിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഈ പ്രധാന ദൂതൻ ആരാണ്, അദ്ദേഹത്തിന്റെ പേര് എന്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. വായിച്ചാട്ടെ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിക്കുവാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രധാന ദൂതന്റെ പേര് ഈ യൂദയുടെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് മീഖായേൽ എന്നാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലും ദാനിയേൽ പ്രവചനത്തിലും ഒക്കെ അത് കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് കൂടെ എതിർത്തു നിന്നു എന്നും, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു എന്നും ദാനിയേൽ വെളിപ്പെടുത്തുന്നതായിട്ട് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ 12-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുടർനിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും എന്നാണ് അവിടെയും ഉദ്ധരിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വളരെ ചുരുക്കം ചില വേദഭാഗങ്ങളിലാണ് ഈ പ്രധാന ദൂതൻ അത് മറ്റാരുമല്ല മീഖായേൽ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ സഭയുടെ ഉൽപ്രാപണ സമയത്ത് പ്രധാന ദൂതന്റെ ശബ്ദം ധ്വനിക്കും എന്നാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമം പഠിച്ചാൽ ഈ പ്രധാന ദൂതൻ ദൈവജനത്തിന് സംരക്ഷണം നൽകുന്ന, വീണ്ടും പറഞ്ഞാൽ ദൈവത്തിനുള്ള യുദ്ധങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൂതനായിട്ടാണ് നമുക്ക് പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കുവാനായി കഴിയുന്നത്.
അവൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പ്രധാന ദൂതനായ ഈ മീഖായേൽ തന്റെ സ്വർഗീയ സൈന്യവുമായി സാത്താന്യ സംഘത്തോട്, അവന്റെ അനുയായികളോട്, അവനോടുകൂടെയുള്ള ദുഷ്ടജനത്തോട് അവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെടും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രധാന ദൂതൻ എന്നത് ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് പ്രധാന ദൂതൻ. കാരണം ദൈവജനത്തിൽ ഇതോടെ ഞാൻ ഉദ്ധരിച്ചല്ലോ, ദാനിയേൽ പ്രവചനത്തിൽ ദൈവമനുഷ്യനായ ദാനിയേലിന്റെ പ്രാർത്ഥന 21 ദിവസമായി എന്ത് ചെയ്യുന്നുണ്ട്? സാത്താന്യ അധികാരങ്ങൾ തടയുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ, പക്ഷേ അവിടെ പ്രധാന ദൂതനായ മീഖായേൽ ഇറങ്ങി വരുന്നു. ആ സാത്താന്യ ദൂതനെ, പാർശ്വിക പ്രഭുവിനെ വെട്ടിവീഴ്ത്തുന്നു. അവൻ സന്ധ്യായാഗത്തിന്റെ സമയത്ത് ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ അവൻ ദൂതൻ, പ്രധാന ദൂതൻ എന്ന് പറയുന്നത് തന്റെ ജനത്തിന്റെ അത്യാവശ്യ ഘട്ടങ്ങളിൽ തന്റെ ജനം ശത്രുവുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ, ശത്രു നമുക്കെതിരെ വാദിച്ച് വെല്ലുവിളിച്ച് നിൽക്കുന്ന നിമിഷത്തിൽ പ്രധാന ദൂതൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന, നമുക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ വെട്ടിവീഴ്ത്തി അവരിൽ നിന്ന് തന്റെ ജനത്തെ പിടിപ്പിക്കുന്നവനാണ് പ്രധാന ദൂതൻ എന്നത്. ഇവിടെ കർത്താവിന്റെ ഗംഭീരനാദത്തിങ്കൽ ഈ പ്രധാന ദൂതന്റെ ശബ്ദം ധ്വനിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. നമ്മൾ തിരുവെടുത്ത് പഠിക്കുമ്പോ ഈ ദൂതന്മാരെ കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ, അത് വലിയൊരു വിഷയമായതുകൊണ്ട് 1-2 കാര്യങ്ങൾ ഞാൻ ഇതിനോടനുബന്ധിച്ച് പറയുവാനായി താല്പര്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഈ ദൂതന്മാർ എന്ന് പറയുന്നത് അവർ ഒരു ആത്മീയ ജീവികളാണ്. ഈ ദൂതന്മാരുടെ സംഖ്യ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് അസംഖ്യമായ രഥങ്ങളെന്നാണ്. അസംഖ്യമാണ്, എണ്ണി തിട്ടപ്പെടുത്തുവാൻ ആർക്കും എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. നമ്മൾ 68-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയും ആകുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നത്. ദാനിയേൽ പ്രവചനം നിങ്ങൾ പഠിക്കുമ്പോൾ 7-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു, 10,000 പേർ അവന്റെ മുൻപാകെ നിന്നു എന്നാണ് ദാനിയേൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ദൂതന്മാരുടെ സംഖ്യ ആർക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, പിന്നെ ഞാൻ സ്വർഗ്ഗദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം എന്ത് ചെയ്തു, കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഭക്തനായി യോബ് ചോദിക്കുന്നത്, അവന്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ, അവയെ എണ്ണുവാൻ കഴിയുമോ, ആരെങ്കിലും കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് യോബ് ഒരു ചോദ്യചിഹ്നമായിട്ട് ചോദിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോ ദൂതന്മാരുടെ സംഖ്യ അത് അസംഖ്യമാണ്. നമുക്ക് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം നമ്മൾ പഠിക്കുമ്പോ അവിടെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 6-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ദൈവമനുഷ്യനായിരിക്കുന്ന എലിശയെ കുറിച്ച് നമുക്ക് അവിടെ പഠിക്കുവാനായി സാധിക്കുന്നുണ്ട്. ഈ എലിശ ദോഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് ആര് മനസ്സിലാക്കി? അരാം രാജാവ് മനസ്സിലാക്കി. ഇദ്ദേഹം അത് ഗ്രഹിച്ചിട്ട് തന്റെ വലിയൊരു സൈന്യവുമായി എലിശയെ പിടിക്കുവാൻ ദോഥാനിൽ എന്ത് ചെല്ലുകയാണ്. അപ്പോൾ എലിശയുടെ ശിഷ്യനായിരിക്കുന്ന ഗേഹസി അങ്ങ് അകലെ നിന്ന് തന്റെ യജമാനനെ പിടിക്കുവാൻ, ആക്രമിക്കുവാൻ ശത്രുക്കൂട്ടങ്ങൾ കടന്നു വരുന്നു എന്ന കാഴ്ച അവൻ കണ്ടു. അവൻ തന്റെ യജമാനായ എലിശയെ ആ കാര്യം ബോധിപ്പിക്കുന്ന രംഗം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ എലിശ
ഒരു കൊച്ചു പ്രാർത്ഥന എന്ത് ചെയ്തു? അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. വായിച്ചാട്ടെ ആ വാക്യം 16-17. ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ എലീശയെ ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ വരുമ്പോൾ അസംഖ്യമായ രഥങ്ങൾ, അസംഖ്യമായ ദൈവിക സൈന്യം എത്തിയിരിക്കുകയാണ്. മല നിറയെ നിൽക്കുകയാണ്. എലീശയ്ക്കോ തന്റെ ശിഷ്യനായിരിക്കുന്ന ഗേഹസിക്കോ അത് എണ്ണുവാൻ കഴിയാത്ത വിധത്തിൽ അസംഖ്യമായിരുന്നു തന്റെ ഭക്തഗണത്തെ രക്ഷപ്പെടുത്തുവാൻ അവിടെ ഇറങ്ങി വന്ന ദൂതഗണങ്ങളുടെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ സമയത്ത് ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ വരുന്ന നിമിഷങ്ങളിൽ അവൻ ദൈവം നമ്മെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ല. എന്റെ കർത്താവ് തന്റെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കും. അതുകൊണ്ടാണ് സെഖരിയ പ്രവചനത്തിൽ വായിക്കുന്നത്, ഞാൻ അവന് ചുറ്റിലും പട്ടാളമായിട്ട് അവൻ കാവലുള്ളവരുടെയാക്കിയും ഒരു സൈന്യമായിട്ട് അവൻ തന്റെ ഭക്തന് ചുറ്റിലും അവൻ ഇറങ്ങി വരും എന്നാണ് ഈ ദൈവം നമ്മളെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. തീർച്ചയായും അവൻ നമുക്ക് അങ്ങനെ ഒരു സംരക്ഷണം ദൈവം തന്റെ ദൂതന്മാരിലൂടെ നൽകിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ അസംഖ്യമായ ദൂതന്മാരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. മാത്രമല്ല, ഈ ദൂതന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അവർ വിവിധ വകുപ്പുകളിൽപ്പെട്ടവരും വിവിധ നിലകളിൽപ്പെട്ടവരുമാണെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ദൂതന്മാർക്ക് തന്നെ വിവിധ വകുപ്പുകൾ ഉണ്ട്. വിവിധ നിലകളിലാണ് അവരുടെ സ്ഥാനം എന്ന് പറയും. നമ്മൾ ദാനിയേൽ പ്രവചനം 10-13 വാക്യം പഠിക്കുമ്പോൾ അവിടെ പ്രധാന പ്രഭുക്കന്മാർ, ദൂതന്മാരുടെ കൂട്ടത്തിൽ ഔദ്യോഗികമായി നിരവധി പേരുണ്ട്. പക്ഷേ ദൂതന്മാരുടെ ഇടയിൽ പ്രധാന പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പ് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അത് ദൂതന്മാരുടെ ഉന്നതമായ നിലയെ കാണിക്കുന്ന ഒരു പദമായിട്ട് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. മാത്രമല്ല, തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോ ഈ ദൂതന്മാരുടെ വിവിധങ്ങളായ ഉത്തരവാദിത്വങ്ങളോട് അനുബന്ധമായി ഓരോ തരത്തിലുള്ള ദൂതന്മാർക്കും വെവ്വേറെ പേരുകളാണ് എന്തിരിക്കുന്നത്? തിരുവെടുത്ത് നൽകിയിരിക്കുന്നത്. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ 2-3 അധ്യായങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ സഭയുടെ ദൂതനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വായിക്കുന്നുണ്ട്. സഭയുടെ ദൂതൻ. അവിടെ പറയപ്പെടുന്ന സഭയുടെ ദൂതൻ എന്നത് അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷക്ത ദാസന്മാരാകുന്നു എന്നാണ് വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്നത്. ആ ഭാഗം അങ്ങനെ നിൽക്കട്ടെ. തുടർന്നും നമ്മൾ പഠിക്കുമ്പോൾ ആ വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർന്നുള്ള അധ്യായങ്ങളിൽ ഈ ദൂതന്റെ ഉത്തരവാദിത്വത്തോടുള്ള ബന്ധത്തിൽ തീയുടെ മേൽ അധികാരമുള്ള ദൂതനെ കാണാം. സാത്താനെ ബന്ധിക്കുന്ന ദൂതനെ കാണാം. അകാലരൂപത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദൂതനെ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ജലത്തിന്റെ ദൂതനുണ്ട്. ഇതെല്ലാം വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ തിരുവെടുത്ത് പഠിക്കുമ്പോൾ 8-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം പഠിക്കുമ്പോൾ ദൂതന്മാർ കാഹളം മുഴക്കുമ്പോഴാണ് ദൈവം തന്റെ ന്യായവിധി ഭൂമിയിലേക്ക് ചെറിയുന്നത് എന്നും, മാത്രമല്ല ഭൂമിയിൽ ബാധ പഠിക്കുന്നത് അഥവാ ക്രോധകേശങ്ങൾ ഒഴിക്കുന്നത് ദൂതന്മാരാകുന്നു എന്നും അവർ അപ്പോസ്തലനായ യോഹന്നാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വ്യത്യസ്തമായ നിലകളിലാണ് ദൂതന്മാരുടെ സാന്നിധ്യം തിരുവെടുത്തുകളിലൂടെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ഒരു ഭാഗത്ത് ചില വേദഭാഗങ്ങളിൽ
യഹോവയുടെ ദൂതൻ എന്നൊരു പദമുണ്ട്. യഹോവയുടെ ദൂതൻ ഉൽപ്പത്തി പുസ്തകത്തിലും ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ശരീര പ്രവചനങ്ങളും മറ്റു പലയിടങ്ങളിലും അനേക ഭാഗങ്ങളിൽ ആ പദം കാണാം. യഹോവയുടെ ദൂതൻ. ആ യഹോവയുടെ ദൂതൻ എന്ന പഴയ നിയമത്തിൽ പരാമർശിക്കുന്ന ആ പദം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പദമായിട്ടാണ് വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടെ ഞാൻ ഈ തരുണത്തിൽ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ശ്രദ്ധിക്കൂ, ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ ദൂതന്മാരുടെ ഇടയിൽ വിവിധ വകുപ്പുകളുണ്ട്. വിവിധ നിലകളിലാണ് അവർ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. 34-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവരുടെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോൾ ദൈവജനത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ദൂതന്മാരുടെ വകുപ്പിൽ ഉള്ളതായി ആ തിരുവെടുത്തിൽ എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. അതാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ചത്. എലിസയുടെ ചുറ്റിലും മലം നിറയെ എന്ത് ചെയ്യുന്നു? ദൂതന്മാർ പാളയം ഇറങ്ങി അദ്ദേഹത്തെ വിടുവിക്കുന്നതായി കാണുന്നു. ഇവിടെ 34-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റിലും അവൻ പാളയം ഇറങ്ങി തന്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ഇടയാക്കിയിരുന്നു. പലപ്പോഴും നമ്മൾ ഈ ദൂതന്മാരുടെ സംരക്ഷണം എന്ത് ചെയ്തിട്ടുണ്ട്? അനുഭവിച്ചിട്ടുണ്ട്. അവൻ നമ്മൾ അറിയാത്ത നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ ദൂതനെ പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി പല ഇടങ്ങളിലും അയച്ചിട്ടുണ്ട്. അവൻ നമ്മൾ ചില ഓഫീസുകളിൽ പോയ സമയത്ത്, അവൻ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ചില വെല്ലുവിളികൾ ഉയർന്ന സ്ഥലത്ത് ദൈവം തന്റെ ദൂതനെ അയച്ച് നമുക്ക് അവിടെ വേണ്ടി അനുകൂല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റിലും പാളയം ഇറങ്ങി എന്ത് ചെയ്യുന്നു? അവരെ വിടുവിക്കുന്നു എന്നാണ് വായിക്കുന്നത്. 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോടെയും കൽപ്പിക്കും. നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കാക്കുന്ന, നമുക്ക് വേണ്ടി സംരക്ഷണ കവചം ഒരുക്കുന്ന ഒരു കൂട്ടം സേവകാത്മാക്കളെ എന്റെ ദൈവം നമുക്ക് വേണ്ടി നിയമിച്ചു തന്നിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് മഹത്വം കരുതുകയാണ്. ഇവിടെ നോക്കണം, നമ്മുടെ എല്ലാ വഴികളിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ പാതകളിലും നമ്മളെ കാക്കേണ്ടതിന് അവൻ തന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുവാനായിട്ടിടയാക്കിയിരുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിൽ നമ്മൾ പോയപ്പോഴും ദൈവത്തിന്റെ ദൂതന്റെ പരിപാലനം അവിടെയും ഉണ്ടായിരുന്നു. അവർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില പ്രവൃത്തികൾ ചെയ്തപ്പോൾ, പിടിക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ, അവിടെയും നാണം കെടുത്താതെ ദൈവത്തിന്റെ ദൂതൻ നമ്മെ കൊണ്ടുവന്ന് നിർത്തി. അവൻ നിന്റെ എല്ലാ വഴികളിലും അവൻ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണോ, അവൻ നിന്നെ ചുറ്റിലും അവൻ സേവകാത്മാക്കളെ വച്ചിട്ടുണ്ട്. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ എല്ലാ വഴികളിലും അവൻ തന്റെ സേവയെ അയച്ച് അവൻ അവരെ കാക്കുന്നവനാണ്. ദൈവത്തെ സൂചിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20 മുതലുള്ള വാക്യം പഠിക്കുമ്പോൾ, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ദൂതനെ കൽപ്പിച്ച് നിയമിച്ചാക്കിയിരിക്കുകയാണ്. അവൻ എന്തിനാണെന്ന് അറിയാമോ? അവൻ ദൈവം നിയമിച്ച സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഒരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു എന്നാണ് ദൈവം തമ്പുരാൻ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് നേടണം, അവൻ സ്തോത്രം എന്തിനാണോ ഇറങ്ങിത്തിരിക്കുന്നത്, അവൻ അവിടെ എല്ലാം ദൈവം തന്റെ ദൂതനെ നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഒരിക്കല് ദൈവമനുഷ്യനായിരുന്ന ഏലിയാവ് ഒരു പ്രശ്ന സങ്കീർണമായ
അവസ്ഥയുടെ നടുവിൽ കഴിയുകയാണ്. ഇപ്പോൾ ഇസ്രായേലും ആഹാബും തനിക്ക് ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ഇദ്ദേഹം ചൂരച്ചെടിയുടെ കീഴിൽ ചെന്നിരുന്നു. അവിടെ ചെന്ന് അല്പസമയം വിശ്രമിച്ചു. അവിടെ ഇരുന്ന് അദ്ദേഹം പറയുകയാണ്, മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് വളരെ ടെൻഷനോടെ, വളരെ ദുഃഖത്തോടെ ഏലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് മരണത്തെ ആഗ്രഹിച്ചിരിക്കുന്ന ഏലിയാവിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് എന്തെന്നറിയാമോ? അവൻ സ്തോത്രം ചെയ്യുന്നു, ഏലിയാവിനെ തട്ടി. ഏലിയാവിനെ തട്ടിയതിനു ശേഷം അവൻ സ്തോത്രം ചെയ്യുന്നു, കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും നൽകി അവനെ ബലപ്പെടുത്തി അയക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ആഗ്രഹിക്കുന്നു മരിച്ചാൽ മതി എന്ന്, പക്ഷെ ദൂതൻ പറയുന്നില്ല. നീ അശക്തനായിരിക്കുന്ന സമയത്ത്, നീ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, നിന്റെ വില നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് അവന് വേണ്ടി ആഹാരം നൽകി, അവന് വേണ്ട ഭക്ഷണം നൽകി, അവനെ ബലപ്പെടുത്തിയിട്ട് പറയുക, എനിക്ക് നിനക്ക് അധിക ദൂരം യാത്ര ചെയ്യുവാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൂതൻ പലപ്പോഴും തന്റെ ജനത്തെ വിടുവിക്കുന്നവനായി, രക്ഷിക്കുന്നവനായി, അവരെ ഉദ്ധരിക്കുന്നവനായി അവൻ ഇറങ്ങി വന്ന ചരിത്രമാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദാനിയേൽ പറയുന്ന പദം, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവൻ സിംഹത്തിന്റെ വായെ അടച്ചു കളയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പിശാച് കടിച്ചു കീറുവാൻ ഭൂക്ഷയോടെ അലർന്നു വരുന്ന സിംഹമെന്ന പോലെ എന്നെയും നിങ്ങളെയും കടിച്ചു കീറുവാനായി ചീത്തത്തോടെ അവൻ ചീറ്റിയെടുത്തപ്പോൾ അവൻ എന്റെ തമ്പുരാൻ എന്തെന്നറിയാമോ? അവന്റെ വായ പൂട്ടിക്കെട്ടുവാനിടയായി. അവൻ ശത്രുവിന്റെ വായിൽ ചെന്നപ്പെടാതെ, അവന്റെ പല്ലിന് ഇരയായി തീരാതെ എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച അവന്റെ വായൊക്കെ എത്തിക്കുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൂതന്മാർ നമ്മെ സൂക്ഷിക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് സംരക്ഷണം തരുന്ന, നമ്മെ അവൻ തടവറയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ 12-ാം അധ്യായം 7-8 വാക്യങ്ങളിലും ഒക്കെ ദൈവത്തിന്റെ ഭക്തഗണങ്ങൾ തടവറയിൽ ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ ചെന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്ന രംഗങ്ങളാണ് നമ്മൾ അവിടെ വായിച്ച് മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒന്നാമത് നമുക്ക് സംരക്ഷണം തരുന്ന, അവൻ നമുക്ക് വേണ്ട പരിപാലനം തരുന്ന അവൻ ഒരു കൂട്ടം ദൂത സഞ്ചയത്തെ നമുക്ക് ദർശിപ്പാനായി കഴിയുന്നുണ്ട്. ദൈവത്തെ സ്തുതിച്ചാട്ട്. മറ്റൊരു കൂട്ടമാണ് ഗായക സംഘം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗായക സംഘത്തിൽ പ്രധാനപ്പെട്ട, അതിന്റെ പ്രധാന ചുമതല വഹിക്കുന്ന വ്യക്തിയുടെ പേരാണ് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സാറാഫുകൾ. അപ്പോ ഈ സാറാഫുകൾ, അവരുടെ ഡ്യൂട്ടി, അവർ ദൈവിക സിംഹാസനത്തിന്റെ സേവകന്മാരാണ്. ഈ സാറാഫുകളുടെ ചുമതല എന്താണ്? ദൈവിക സിംഹാസനത്തിന്റെ സേവകന്മാരാണ്. മാത്രമല്ല, നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ ഈ സാറാഫുകൾ ശുദ്ധീകരണത്തിന് വേണ്ടി വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണെന്ന് മനസ്സിലാക്കാം. ശുദ്ധീകരണം ആഗ്രഹിക്കുന്നവരാണ് ഈ സാറാഫുകൾ. അതുകൊണ്ടാണ് അവർക്ക് 6 ചിറകുകളുണ്ട്. നമ്മൾ അവിടെ വായിക്കുന്നത്, ഇവർ മനുഷ്യ സാദൃശ്യത്തിൽപ്പെട്ട ജീവികളാണ് ഈ സാറാഫുകൾ. ഈ മനുഷ്യ സാദൃശ്യത്തിൽപ്പെട്ട ജീവികളാണെങ്കിലും ഈ സാറാഫുകൾക്ക് 6 ചിറകുകൾ ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നു. ഈ 6 ചിറകിൽ 2 കൊണ്ട് പറക്കുന്നു, 2 കൊണ്ട് പാദം മൂടുന്നു, 2 കൊണ്ട് അവൻ സ്തോത്രം പറന്ന് അവർ എന്താണ് പറയുന്നത്? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് അവർ സർവദാ അവർ സിംഹാസനത്തിന് ചുറ്റിലും നിൽക്കുന്ന ഈ സാറാഫുകൾ, സിംഹാസനത്തിന് ചുറ്റിലും സേവകന്മാരായിരിക്കുന്നവർ, അവർ പരിശുദ്ധിയെ കുറിച്ച്, വീണ്ടും പറഞ്ഞാൽ പരിശുദ്ധനെ കുറിച്ച് അവർ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്, എക്സാൾട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ വിശുദ്ധിയുടെ മാഹാത്മ്യത്തെ
കാരണം ദൈവം പരിശുദ്ധനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ സറാഫുകൾ എന്തെയ്യുന്നുണ്ട്? അവർ ദൈവത്തിന്റെ മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ 11-12 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെ ചുറ്റിലും ദൂതന്മാരുടെ ശബ്ദം കേട്ടിട്ട് അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ധനവും മരവും മാനവും മകത്തും അവർ സ്തുതിയും സ്വീകരിപ്പാൻ യോഗ്യമെന്ന് പറഞ്ഞ് അവർ വേർപിച്ച ആത്മീയമാണ് നമ്മൾ അവിടെ ദർശിപ്പാനായി കഴിയുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ് ആര്? സറാഫുകൾ. അവർ അത്യുന്നതങ്ങളിൽ എന്ന് പറയുകയാണ്, അത്യുന്നതങ്ങളിൽ അവർ പാടുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാലാഖമാർ അവർ ഒരുമിച്ച് പാടി യേശുരാജാവിനെ ഉയർത്തുന്ന കാഴ്ച അത് നമുക്ക് ദർശിപ്പാനായി കഴിയുന്നുണ്ട്. ഒന്ന്, സംരക്ഷണം തരുന്ന ഒരു കൂട്ടം ദൂതന്മാർ. രണ്ട്, പാടി ആരാധിക്കുന്ന സറാഫുകൾ പ്രധാനികളായിരിക്കുന്ന മറ്റൊരു വകുപ്പിൽപ്പെട്ട ദൂതന്മാർ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 24-ാമത്തെ വാക്യം വായിച്ചട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാക്കുവാൻ അവൻ ഏദെൻ തോട്ടത്തിൽ കെരൂബുകളെ നോക്കണം. കെരൂബുകളെ എന്റെ തമ്പുരാൻ കാവൽ നിർത്തിയിരിക്കുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കെരൂബുകൾ. അപ്പോൾ സറാഫുകൾ പ്രധാന ദൂതനെ കണ്ടു, പിന്നെ സറാഫുകളെ കണ്ടു, തുടർന്ന് നമ്മൾ വായിക്കുന്നത് ആരാണ്? കെരൂബുകൾ. ഈ അന്ന് പാപം ചെയ്ത് നമ്മൾ എഹെസ്കേൽ പ്രവചനം 28-ൽ സാത്താനായി തീർന്ന ദൂതനുണ്ടല്ലോ, അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഈ കെരൂബ് വർഗത്തിൽപ്പെട്ടവനാണ്. 28-ാം അധ്യായം 14-ാമത്തെ വാക്യം എഹെസ്കേൽ പ്രവചനത്തിൽ, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. അപ്പോൾ ഈ കെരൂബാണ് അന്ന് എന്ത് ചെയ്തത്? സാത്താനായിട്ട് മാറിയത് എന്ന് ന്യായമായി നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദെൻ തോട്ടത്തിൽ ദൈവം കെരൂബിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? കാവൽ നിർത്തിയിരിക്കുകയാണ്. കാരണം ജീവവൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കെരൂബുകൾ എന്ത് ചെയ്തിരിക്കുന്നത്? കാവൽ നിർത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് ഇവരും നമ്മൾ ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം, അതുപോലെ 36-ാം അധ്യായം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ാം അധ്യായം, ഇതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ കെരൂബുകൾ എന്ന് പറയുന്ന ജീവികളും ദൈവിക വിശുദ്ധിയുടെ സംരക്ഷകരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല ഇബ്രായ ലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് വെക്കപ്പെട്ടിരിക്കുന്ന നിയമപ്പെട്ടകത്തിന്റെ പുറത്ത് അവൻ അവിടെയും കെരൂബുകളെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ, 10-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ സിംഹാസനത്തെയും ദൈവത്തിന്റെ രഥങ്ങളെയും വഹിച്ചിരുന്നത് ഈ കെരൂബുകൾ ആയിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കെരൂബുകൾക്ക് ഇത്തരത്തിലുള്ള ചുമതലകളാണ്. ഒന്ന്, അവൻ തോട്ടത്തിന്റെ കാവൽ, പിന്നെ ദൈവസിംഹാസനത്തെ താങ്ങി നിർത്തേണ്ട ചുമതല, വിശുദ്ധിയുടെ സംരക്ഷകരായിരിക്കുക എന്നീ ഇത്യാദി ചുമതലകളാണ് ഈ കെരൂബുകൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 4 ജീവികൾ എന്നത് ഈ കെരൂബുകളായിരിക്കാം എന്ന് വേദപണ്ഡിതർ ചെയ്യുന്നുണ്ട്, അഭിപ്രായപ്പെടുന്നുണ്ട്. അഭിപ്രായം മാത്രമാണ്. ആയിക്കോട്ടെ, ശരിയോ തെറ്റോ അത് നമുക്ക് പ്രശ്നമല്ല. പക്ഷേ കെരൂബുകൾ വളരെ ശക്തമായ സ്ഥാനം വഹിക്കുന്ന ദൈവത്തിന്റെ ദൂതഗണങ്ങളിൽ പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 41-ാം അധ്യായം 18 മുതലുള്ള വാക്യം പഠിച്ചാൽ കെരൂബുകൾ സഹസ്രാബ്ദ ദൈവാലയത്തിന്റെ ഒരു ഭാഗമായിട്ട്
അപ്പോൾ അത്രയ്ക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം ഈ കെരൂബുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. അവൻ അതുകൂടാതെ ഒരു വകുപ്പ് കൂടെ ഉണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. അവൻ ഗബ്രിയേൽ, അവൻ സദാഫുകളെ കണ്ടു, പ്രധാന ദൂതനെ കണ്ടു, കെരൂബുകളെ കണ്ടു. നാലാമത്തെ മറ്റൊരു ഗ്രൂപ്പാണ് അവൻ ഗായക സംഘം എന്ന് സന്ദേശവാഹികൾ എന്ന് പറയുന്നത്, ദൂതുവാഹികൾ. അപ്പോൾ ഈ ഗബ്രിയേൽ നമ്മൾ ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലും, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും, 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലും ഈ ദൂതനാണ്. അവൻ സഖരിയാവിന് പ്രത്യക്ഷപ്പെടുന്നു, മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു. അവൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തങ്ങളായ വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ട അവർക്കുള്ള സന്ദേശങ്ങളെ കൈമാറുവാൻ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൂതനാണ് ഗബ്രിയേൽ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവൻ ദൂതന്മാർ എന്ന് പറയുമ്പോൾ ഒരു വലിയ സമൂഹമാണ്. അസംഖ്യമായ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത, അവൻ സ്വന്തം മനം നിറഞ്ഞിരിക്കുന്ന, അവൻ സ്വന്തം അസംഖ്യമായ 1000 10,000 നിറയപ്പെട്ടിരിക്കുന്ന ഒരു വകുപ്പാണ്. അവൻ അവർക്ക് വിവിധ ചുമതലകളുണ്ട്. അതിൽ പ്രധാന ദൂതന്റെ ശബ്ദമാണ് എന്റെ കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ ഇവിടെ ധരിക്കുവാനായിട്ട് പോകുന്നത്. എന്തിനാണ് പ്രധാന ദൂതന്റെ ശബ്ദം കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ അവൻ മുഴക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ, മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പറുദീസയിൽ നിന്ന് തങ്ങളുടെ ശവകുടീരത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ടതായ ചുമതല ആർക്കാണ്? പ്രധാന ദൂതനായ മീഖായേലിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവമക്കളുടെ ഉയർപ്പിന് പിശാച് വളരെയധികം തടസ്സങ്ങൾ, വിഘാതങ്ങൾ, പ്രതിസന്ധികൾ എന്ത് ചെയ്യും? അവൻ സൃഷ്ടിക്കും, അവനുണ്ടാക്കും. അപ്പോൾ ദൈവമക്കൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടുകൂടെ പോകുന്നത് അവന് ഇഷ്ടമില്ല. അവൻ അത് തടയുവാൻ ശ്രമിക്കും. മാത്രമല്ല, അതാണ് നമ്മൾ മോശയുടെ സംഭവത്തോടനുബന്ധിച്ച് വായിക്കുന്ന യൂദയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ മോശയുടെ ശരീരത്തിന് വേണ്ടി ആര് വാദിക്കുകയാണ്? പിശാച് വാദിക്കുകയാണ്. അപ്പോൾ പിശാച് വാദിക്കുമ്പോ ഈ മോശയുടെ ശരീരത്തിന് വേണ്ടി അവൻ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ മോശയുടെ ശരീരത്തെ പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുവാൻ കടന്നു വരുന്ന ദൂതനാരാണ്? അവനാണ് പ്രധാന ദൂതനായ മീഖായേൽ. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവൻ സ്വന്തം ദൈവസഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് ലേഖനം 2-ാം അധ്യായം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം എന്ന് പറയും പഠിക്കുമ്പോൾ, അവൻ ഇന്ന് ദൈവം തമ്പുരാന്റെ സിംഹാസനത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ട സാത്താൻ അവൻ ആകാശ മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. അവന്റെ താവളം അടിച്ചിരിക്കുകയാണ്. 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ, അവൻ സ്വന്തം ഈ ആകാശമണ്ഡലം എന്ന് പറയുന്നത് അവൻ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളെ കൊണ്ട് അവൻ നിറയപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യും? പിശാച് തടയും. ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞതുപോലെ, മറുപടി ലഭിക്കാതെ അവൻ സ്വന്തം പ്രസിദ്ധി ചെയ്തതുപോലെ, അവൻ ഈ ശത്രു സൈന്യങ്ങൾ, സ്വർലോകങ്ങൾ, ദുഷ്ടാത്മ സേനകൾ, ആകാശത്തിന്റെ അധിപതികൾ, ഈ ദുഷ്ട സമൂഹം ഒന്നുചേർന്ന ദൈവജനത്തിന്റെ യാത്രയെ തടയുവാൻ അവർ ഒരുമിച്ച് അണിനിരക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഈ ദുഷ്ടാത്മ സേനകളെ വെട്ടി പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തി ദൈവജനത്തെ അവിടെ നിന്ന് കടത്തിവിടുവാൻ വരുന്ന ദൂതനാണ് പ്രധാന ദൂതൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ സ്വന്തം പ്രധാന ദൂതന്റെ ശബ്ദം അവൻ കർത്താവിന്റെ വചനങ്ങൾ മുടക്കുവാനായിട്ട് പോകുന്നത്. പ്രധാന ദൂതൻ ഒരു വലിയ ചുമതലയാണ് അവൻ കർത്താവിന്റെ വചനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്.
അവർ നിസ്സാരമായ ഒരു ചുമതലയല്ല. ഈ നിൽക്കുന്ന 1000 ലക്ഷം സേനയെ എതിരേണ്ടത് പ്രധാന ഭൂതനായ മീഖായേലാണ്. അവന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് അറിയില്ല. അവൻ പ്രധാന ഭൂതൻ എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൻ ദൂതന്മാർ പ്രധാന ഭൂതന്മാർ എന്ന് പറയുന്നില്ല. പ്രധാന ഭൂതനായ മീഖായേൽ അവൻ രംഗത്ത് കടന്നു വരും. അവൻ യുദ്ധം ചെയ്യും. ദൈവസഭയെ ഇവിടെ നിന്ന് അവൻ സ്വർഗീയ പ്രതീക്ഷകളിലേക്ക് നമ്മെ കയറ്റുവാനിടയാക്കിയിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം അവൻ ഈ ദൂതന്മാരുടെ സാന്നിധ്യം അവരെല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ സംരക്ഷണ കാര്യത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ, നമ്മുടെ വിശുദ്ധിയുടെ വിഷയങ്ങളിൽ എല്ലാ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നമ്മുടെ യേശുവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പഠിച്ച അവർ യേശുവിന്റെ ജനനത്തിൽ ദൂതന്മാർ വെളിപ്പെടുകയാണ്. അവർ ഹൃദയനാവിന്റെ മുന്നിൽ അവർ സംരക്ഷണങ്ങളെ വിളിക്കുവാൻ അവർ ദൂതന്മാർ കടന്നു ചെല്ലുകയാണ്. യേശു പരീക്ഷിക്കപ്പെടുവാനായി അവർ മലമുകളിലേക്ക് ചെല്ലുമ്പോൾ ദൂതന്മാരുടെ അകമ്പടി അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ സ്വതന്ത്രയിൽ പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ അവിടെയും ദൂതന്മാരുടെ അകമ്പടിയുണ്ട്. അവർ യേശുവിന്റെ അവർ പുനരുദ്ധാന സമയത്ത് അവർ ദൂതന്മാരുടെ അകമ്പടി നമുക്ക് ഇവിടെ കാണാം. ഇനി യേശു കടന്നു വരുമ്പോഴും ഈ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ ദൂതന്റെ സന്ദേശം എങ്ങനെയുണ്ട്? പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ? നിങ്ങൾ അവർക്ക് കടന്നുപോയ കർത്താവ് നിങ്ങൾ അവനെ എങ്ങനെയാണോ കണ്ടത് അതുപോലെ അവൻ പിന്നെയും കടന്നു വരുവാൻ പോവുകയാണ്. അവർ സ്വർഗത്തിന്റെ ദൂതന്മാർ ഏറ്റുപാടി എന്റെ കർത്താവ് കടന്നു വരുവാൻ പോവുകയാണ് എന്ന് അവർ ഇന്ന് മഴക്കാലം പ്രിയമുള്ളവരെ നാഥന്റെ വരവ് സമീപമായിരിക്കുകയാണ്. അതിനു വേണ്ടി ഒരുങ്ങപ്പെടേണ്ടത് നമ്മുടെ കടമയാണ്. അവൻ സ്വർഗ്ഗത്തിൽ ഇന്ന് മഴക്കാലം അവൻ ചുരുക്കം കോട്ടം മാലിന്യമില്ലാത്ത ഒരു സഭയാണ് എന്റെ കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. അവർക്ക്